ഓക്കെ. ഇന്നലെ നമ്മൾ എന്താണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്നുള്ള ഭാഗമാണ് നമ്മളിന്നലെ പറഞ്ഞത്. ഇന്നിപ്പോ നിർഭാഗ്യവശാൽ എൻ്റെ പ്രസന്റേഷൻ എടുക്കാൻ പറ്റും. ഞാൻ വളരെ ലാപ്ടോപ്പ് ഓഫീസിലായിട്ട് ഞാൻ ഫോണിൽ നമ്മൾ പറയുന്നത്. എന്നാലും ഇന്നിപ്പോ നമുക്ക് ഇന്നലെ കാണിച്ച പ്രസന്റേഷൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പം അതിനെ എങ്ങനെയാണ് നമ്മുടെ പിന്നെ തിങ്കിങ് എറേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റിന്റെ തിങ്കിങ് ഡിസ്റ്റോർഷൻസിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ആള് തന്നെ കറക്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് ഗൈഡ് ലൈൻ, എന്ത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മളത് പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ആളുകളുടെ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാല് നമുക്ക് ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകുന്നു. ആ നെഗറ്റീവ് ചിന്തയിൽ നിന്ന് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. ആ സ്ട്രെസ് നമ്മളെ ഇത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെങ്ങനെ പുറത്ത് കിടക്കുക, എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന ഇത്തരം തിങ്കിങ് എറേഴ്സ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മളുടെ തിങ്കിങ് എറേഴ്സ് മിക്കപ്പോഴും സംഭവിക്കുന്നതെന്ന് പറയാൻ നമ്മളുടെ ഒരു HPA ആക്സിസ്, നമ്മുടെ ബോഡിയും ബ്രെയിനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ കണക്ഷനിലാണ് ഇത് കയറി വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റവും ഒക്കെ ചേർന്നുകൊണ്ടുള്ള നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടാകുന്നു. സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ആ സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുന്ന് ഫ്ലൈറ്റ് ആവുക, ഓടി വിളിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒക്കെ ഫ്രീസായി നിന്ന് പോകാറുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്ക് ഇത് ഇപ്പോ മനുഷ്യനായിട്ടുണ്ടാകും. നമ്മുടെ ഇവല്യൂഷനിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് വന്നുകൂടിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പം നമ്മൾ കാട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ ശരീരത്തില് ഈ ഒരു HPA ആക്സിസ് എന്ന് പറയും. H എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ് ആണ്. P എന്ന് പറയുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിന്നെ A എന്ന് പറയുന്ന ആഡ്രിനൽ ഗ്ലാൻഡ്സ് ആണ്. അപ്പോ ഈ പിന്നെ ഗ്ലാൻഡ്സ് നമ്മുടെ ശരീരത്തെ ആക്ടിവേറ്റ് വളരെ ഡീപ്പായിട്ടുള്ള കാര്യത്തിലേക്ക് ഞാൻ പോവുകയല്ല. പക്ഷെ ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത്യധികമായിട്ടുള്ള അതിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനായാലും ശരി, നമുക്ക് ഓടി ഒളിക്കാനായാലും ശരി, ഒരുപാട് എനർജി ആവശ്യമുണ്ട്. അപ്പൊ ആ എനർജി സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെക്കാനിസം ഉണ്ടാകുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ അപകടാവസ്ഥയിൽ നിന്ന് നമ്മൾ ഒഴിവായി കഴിഞ്ഞാൽ ഈ അത്രയധികം എനർജി നമുക്ക് ആവശ്യമില്ല. നമുക്ക് കാംനെസ് ആവശ്യമാണ്. അപ്പൊ ആ കാംനെസ്സിലേക്ക് നമ്മൾ ഇതൊരു സൈക്കിൾ പോലെ നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് ഒരിക്കല് ഒരു എലിവേഷൻ ഉണ്ടായാൽ, ഒരു പിന്നെ അറൗസ്ഡ് സ്റ്റേറ്റ് ഉണ്ടായാൽ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കാമായി തീരും എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ നമുക്ക് ഏതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമുക്ക് അവിടെ ഉണ്ടായാലും നമ്മൾ അതിനൊരു 10-20 മിനിറ്റ് നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ തോട്ടിനെ ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കാം ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മളുടെ ചിന്തകൾ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ ബ്രെയിൻ നന്നായി ഫങ്ഷൻ ചെയ്യുകയില്ല. നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി നല്ലതായിരിക്കുകയില്ല. അപ്പോൾ നമുക്കൊന്ന് കാമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ച്
ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ അത്രയും സമയം കാമായിരിക്കുക, ഈ സ്ട്രെസ്സിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മളുടെ ചിന്തകൾ പലപ്പോഴും ഈ ഒരു സ്ട്രെസ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ആ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഫിസിക്കലായിട്ടുള്ള മെന്റലായിട്ടുള്ള ഒരു ദുരവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ പറഞ്ഞു വന്നത് നമ്മുടെ ചിന്തകൾ, ആ ചിന്തകളാണ് പലപ്പോഴും 100% എല്ലാ വേറെ കാര്യങ്ങളെല്ലാം എന്നുള്ള അല്ല ഇതിന്റെ അർത്ഥം. നമ്മൾ ഇന്നലെ പറഞ്ഞ എന്താണ്, ഒരു ക്ലയന്റ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അയാളുടെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ചിന്തകൾ, കോഗ്നിഷൻ ആണ്. ഹലോ സർ, എനിക്ക് ബ്രേക്ക് ചെയ്താണ് ശബ്ദം വരുന്നത്. ആണ് സാർ, അങ്ങനെ ഉണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ 100% അല്ലെ നമ്മുടെ ക്ലയന്റിന്റെ പ്രശ്നങ്ങളുടെ 100% അയാളുടെ ചിന്തകളാണെന്നല്ല പറയുന്നത്. പക്ഷെ അത് അയാളുടെ ചിന്തകളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ നമുക്കതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം. അപ്പൊ ഒന്നാമതായിട്ട് അയാളുടെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ തിങ്കിങ് എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഈ തിങ്കിങ് എറേഴ്സ് പ്രധാനമായിട്ടും ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണുക എന്ന് പറയുന്ന ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ തോട്ട് പാറ്റേൺസ്, ചിലരുടെ ചിന്തകളുടെ ഒരു പാറ്റേൺ ഉണ്ട്, ഒരേ തരത്തിൽ ഇങ്ങനെ ചിന്തിച്ച് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുക, അതിലവർ പെട്ടുപോവുക, അതിൽ നിന്ന് പുറത്ത് കടക്കാനാകാത്ത ഒരു അവസ്ഥ ഉണ്ടാകുക. ഇങ്ങനെ അവരെ തുടർന്ന് അവരെ അഡിക്ഷനിലേക്ക്, ഡിപ്രഷനിലേക്ക്, ആൻസൈറ്റിയിലേക്ക്, അതുപോലെ തന്നെ സ്ഥിരമായ ദേഷ്യം, കുറ്റബോധം, അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകൾ ഒരാൾക്കൊരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ആ ഡിപ്രഷനെ വർദ്ധിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുക. ഇത്തരത്തിൽ അവരുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ പലപ്പോഴും നമ്മൾ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും പ്രോമിനന്റ് ആയിട്ട് വരുന്നത്. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത്തരം ആങ്സൈറ്റിയും ഡിപ്രഷനും ഒന്നും അവർക്ക് ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ വളരെയധികം എപ്പോഴും എല്ലാത്തിനെയും പോസിറ്റീവായി കാണുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്നല്ലാതെ എത്രയും ഒരു വയസ്സായിട്ടുള്ള സ്ഥിതി ഉണ്ടാകത്തില്ല. അപ്പോ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറഞ്ഞാൽ അത് ബയസ്ഡ് ആയിട്ടുള്ള ചിന്തകളാണ്. ഒരാൾക്ക് അയാളെ പറ്റിയുള്ള ബയസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻവിധിയോട് കൂടിയിട്ടുള്ള ചിന്ത, അയാളുടെ ജീവിതത്തെ പറ്റിയുള്ള മുൻവിധിയോട് കൂടിയിട്ടുള്ള ചിന്ത, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളോട് വളരെ മുൻവിധിയോടുകൂടി ബയസ്ഡായിട്ട് പെരുമാറുക, ബന്ധങ്ങൾ, അയാൾക്ക് അയാളുടെ റിലേറ്റീവ്സോ സുഹൃത്തുക്കളായിട്ടോ ബന്ധങ്ങളെ മുൻവിധിയോടുകൂടി കാണുക, ആളുകളെ മുൻവിധിയോടുകൂടി കാണുക, ഇതെല്ലാം കോഗ്നേറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ്. അതുപോലെ തന്നെ അയാളുടെ ആ സമയത്തുള്ള മൈൻഡ് സെറ്റ്, ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ റെയിനി ആയിട്ടുള്ള ഭയങ്കര മഴ തിമിർത്ത് പെയ്യുന്ന ഒരു ദിവസമാണ്. എനിക്കാണെങ്കിൽ കുറച്ച് തളർച്ചയും ശരീരവേദനയൊക്കെ ഉണ്ട്. എനിക്കിന്ന് ഒരു പ്രധാനപ്പെട്ട എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോ ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് ഈ മഴയും നനഞ്ഞ് ഞാൻ എക്സാം പോയി എഴുതിയാൽ അത് ശരിയാകാൻ പോകുന്നില്ല. ഇന്ന് എന്തായാലും എനിക്കൊരു നല്ല ദിവസമല്ല, അതുകൊണ്ട് ഈ എക്സാം ഇന്നിപ്പോൾ എഴുതുന്നതിൽ വലിയ അർത്ഥമില്ല, വെറുതെ സമയം മെനക്കെടുത്താം എന്നുള്ളതല്ലാതെ ഈ എക്സാമിന് പോകുന്നത് കൊണ്ട് വലിയ കാര്യം ഉണ്ടാകത്തില്ല. എൻ്റെ മൂഡ് ശരിയല്ല, മാത്രമല്ല നമുക്ക് പ്രകൃതി പോലും നമുക്കെതിരായി നിൽക്കുകയാണ് എന്ന് കരുതുമ്പോഴേക്കും അയാൾക്ക് ഉണർന്നെഴുന്നേറ്റ് എക്സാമിന് പോകാനുള്ള ആ ഒരു പ്രചോദനം, ആ മോട്ടിവേഷൻ അവിടെ തന്നെ ഇല്ലാതാവും. അയാൾ സ്വയം ഒരു
കുഴി കുഴിച്ച് അതിനകത്തേക്ക് ചാടുകയാണ്. അപ്പൊ അയാളുടെ മൈൻഡ് സെറ്റ് എന്താണോ അതായിരിക്കും ഇനി വരാനുള്ള ഔട്ട്കം. അതിനനുസരിച്ച് അദ്ദേഹം മറ്റ് സാഹചര്യങ്ങളെല്ലാം അതിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അത്തരത്തിലുള്ള ഒരു പിന്നെ ഇത് കോഗ്നേറ്റീവ് ഡിസ്റ്റോർഷന്റെ അല്ലെങ്കിൽ തിങ്കിങ് എററിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരു ഒരു സാഹചര്യം ഞാനിപ്പോ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നന്നാകാൻ പോകുന്നൊന്നുമില്ല. പിന്നെ ഒരു എന്താ നമ്മൾ പറയത്തില്ലേ, ഒരു വഴിപാട് പോലെ പോയി കളയാം എന്ന് കരുതി പോകുന്ന ഒരാള് അവിടെ ചെന്നാലും അതേപോലെ ഒരു പെർഫോമൻസ് ആയിരിക്കും അവിടെ കാഴ്ചവെക്കുന്നത്. അയാളുടെ ആളുകളെ പറ്റിയുള്ള ഒരു എക്സ്പെക്ടേഷൻ. ഇപ്പോൾ ഒരു ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയെ നമ്മുടെ നാട്ടിൽ അനുസരിച്ച് കല്യാണമൊക്കെ നടക്കുമ്പോൾ എന്താണ്, പെണ്ണ് കാണാൻ വരിക. ഇപ്പം ആണ് കാണാൻ അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥയിലൊന്നും നമ്മുടെ നാട് എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഒരു തിങ്കിങ് എററുള്ള ഒരു പെൺകുട്ടി, അല്ലെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ഉള്ള ഒരു പെൺകുട്ടി, അവര് പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രതീക്ഷ, അപ്പൊ കുറച്ച് 3-4 ആള് വന്ന് കണ്ടുപോയി ഒന്നും നടന്നില്ല, 4-മത്തെ ആള് വരികയാണ്. 4-മത്തെ ആള് വരുമ്പോഴും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പിന്നെ എക്സ്പെക്ടേഷൻസിലേക്ക് ഇവർ ഈ സംഭവത്തെ കൊണ്ടുവന്നെത്തിക്കും. അപ്പൊ 4-മത്തെ ആള് വരികയാണെങ്കിൽ അയാളെ നന്നായി റിസീവ് ചെയ്യത്തില്ല. ഇവരൊന്ന് സംസാരിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ട് സംസാരിച്ച് ആ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ഒരു ശുഭപര്യാവസ്ഥായി അല്ലാതെയായി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അവരറിയാതെ തന്നെ നടത്തി തീർക്കും. ഇതെല്ലാം ഒരു തിങ്കിങ് എററിൽ വന്ന് പറ്റുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മൾ കുറേയധികം തിങ്കിങ് എറേഴ്സിനെ പറ്റി പറഞ്ഞു. അത് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഒന്ന് മാഗ്നിഫിക്കേഷൻ ആൻഡ് മിനിമൈസേഷനാണ്. അതായത് ഒരാളുടെ തെറ്റുകളെ വളരെ വലുതാക്കി കാണുകയും അയാളുടെ സക്സസ്സുകളെ വളരെ ചെറിയ പ്രാധാന്യത്തോടുകൂടി കാണാൻ ശ്രമിക്കുകയും ചെയ്യും. നമുക്ക് ചുറ്റും അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്കറിയാം. ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് ആ ദിവസം അല്ലെങ്കിൽ തുടർന്നുള്ള അവരുടെ ദിവസങ്ങൾ നശിപ്പിക്കുക. അതേസമയം അവർക്കുണ്ടാകുന്ന സക്സസ്, ക്ലാസ്സിലൊക്കെ ചില കുട്ടികളുണ്ടാകും, ഇപ്പോൾ ഒരു 50 മാർക്കിന്റെ പരീക്ഷ എഴുതി 45 മാർക്ക് കറക്റ്റായിട്ട് ചെയ്തു, 5 മാർക്ക് അവർ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട 5 മാർക്കിന് പറ്റി ചിന്തിച്ച് ഡിപ്രസ്ഡ് ആയി പോകുന്ന കുട്ടികളുണ്ട്. നമുക്ക് കിട്ടിയ 45 മാർക്കിനെ പറ്റി ആലോചിക്കാതെ നഷ്ടപ്പെട്ടു പോയ 5 മാർക്കിനെ പറ്റി ആലോചിച്ച് ഡിപ്രസ്ഡ് ആയി പോകുന്നു. അപ്പൊ ഇതൊരു എറർ, ഒരു കോഗ്നേറ്റീവ് ഡിസ്റ്റോർഷൻ എങ്ങനെ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സക്സസിനെ അവോയ്ഡ് ചെയ്യും, മിനിമൈസ് ചെയ്ത് കളയും, അവരുടെ ഫെയിലുവേഴ്സിനെ വളരെ വലുതായിട്ട് കാണുകയും, അത് മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ എന്തും നെഗറ്റീവായിട്ടുള്ള സംഗതികളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും ഒരു അതിന്റെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോൾ പോലും ഏറ്റവും മോശമായ സാധ്യത എന്താണോ അതിനെ പറ്റിയിട്ടായിരിക്കും അവരുടെ ചിന്ത വരുന്നത്. മറ്റൊരു തിങ്കിങ് എറർ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഓവർ ജനറലൈസേഷൻ ആണ്. എല്ലാത്തിനെയും ഓവറായിട്ട് സാമാന്യവൽക്കരിച്ച് കളയും. ഒരു കുറച്ച് കാര്യങ്ങൾ, ഇപ്പം നേരത്തെ നമ്മുടെ ഉദാഹരണത്തിൽ തന്നെ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ തവണ ഒരു ഇന്റർവ്യൂവിന് പോയി. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. ഫസ്റ്റ് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ തന്നെ എനിക്ക് 3-4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ആ ഒരു ഇവന്റിനെ വെച്ചിട്ട് ഞാൻ ഇനിയുള്ള എൻ്റെ മുഴുവൻ ഇന്റർവ്യൂ ഫെയിലിയർ ആയിരിക്കും എന്നുള്ള ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ എനിക്ക് ഒരു അസൈൻമെന്റ് കിട്ടി. ഫസ്റ്റ് അസൈൻമെന്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇനി വരുന്ന എൻ്റെ മൊത്തം അസൈൻമെന്റുകളും മോശമായിരിക്കും എന്നുള്ളൊരു മാനസികാവസ്ഥ. ആദ്യം പെണ്ണ് കാണാൻ വന്ന ആൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, ഇനി വരുന്ന ഒരാൾക്കും എന്നെ ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള ഒരു ഓവർ ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഒരു കോഗ്നേറ്റീവ് ഡിസ്റ്റോർഷനാണ്. മാജിക്കൽ തിങ്കിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ചില സംഭവങ്ങൾ, അതിന് നമ്മളുടെ ഉദാഹരണം പറഞ്ഞാൽ, ഞാന് ഒരാളെ പറ്റി മോശം, ഇപ്പൊ ഞാൻ ഒരാളെ കണ്ടപ്പോ ഇയാൾ ഇച്ചിരി ദുർബലനായിരിക്കുന്നല്ലോ, അൺഹെൽത്തി ആയിട്ട് കാണുന്നല്ലോ, ഇപ്പൊ ഇയാൾ കുറച്ച് നാളായിട്ട് മെലിഞ്ഞ് വരികയാണ്, അപ്പൊ ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു. 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ അറിയുന്നു അയാള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി.
അല്ല ഇനി മരിക്കുന്നവർ അത്ര ഫാസ്റ്റ് ആ 3-4 ദിവസം കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് ഇയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ ഞാന് ചിന്തിക്കുകയാണ്, ഞാൻ അയാളെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കരുതായിരുന്നു. അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ അയാളിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്, കുറച്ച് ദിവസമായിട്ട് ഇയാൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ആ കുറച്ച് ദിവസമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയത്. ഇത് ഞാൻ ഇയാളെ കണ്ടിരുന്നില്ലെങ്കിലും ഇയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമായിരുന്നു. ഇയാളെ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും ഇയാൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ കൊണ്ട് ഈ ഒരു സാഹചര്യത്തെ പോലും എൻ്റെ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ചിന്തകളെയാണ് നമുക്ക് ദ ബിലീഫ് ദാറ്റ് തോട്ട്സ് ആക്ഷൻ ഓർ ഇമോഷൻസ് ഇൻഫ്ലുവൻസ്ഡ് അൺറിലേറ്റഡ് സിറ്റുവേഷൻ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് നമ്മുടെ ചിന്തകളോ നമ്മുടെ പ്രവർത്തികളോ നമ്മുടെ ഇമോഷൻസോ അതുമായി റിലേഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷന് കാരണമായി തീർന്നു എന്നുള്ള നമ്മുടെ ഒരു ചിന്തയാണ് മാജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. മറ്റൊരു തിങ്കിങ് പറയുന്നത് നമ്മൾ പേഴ്സണലൈസേഷൻ ആണ്. എല്ലാത്തിനെയും നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് അങ്ങ് ഏറ്റെടുക്കുക. എല്ലാത്തിനും ഉത്തരവാദി ഞാനാണ് എന്നുള്ള ഒരു നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളാണ്, നമ്മുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ പോലും അതിന് ഉത്തരവാദി ഞാനാണ് എന്ന് പറയുക. അമ്മ ഒരു ദിവസം വളരെയധികം വീട്ടിൽ ശോഭിച്ച് സംസാരിക്കുന്നു. അമ്മ ശോഭിച്ച് സംസാരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കാണും, അല്ലെങ്കിൽ എന്റെ കാരണം കൊണ്ടായിരിക്കും അമ്മ ശോഭിക്കുന്നതിന് വേറെ ഒരുപാട് അച്ഛനുമായിട്ട് തലേദിവസം രാത്രി ഉണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ മനസ്സിൽ കിടന്നിട്ട് അമ്മ രാവിലെ കിടന്ന് വെള്ളം വെക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ ഫീലിങ്സിനാണ് എപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ ഫാക്റ്റിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അമ്മ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടായി. അപ്പൊ നമ്മുടെ ആ ഒരു ഇമോഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അമ്മ ദേഷ്യപ്പെടാനുണ്ടായ റിയൽ ഫാക്ട് എന്താണെന്ന് ഒരു അന്വേഷണത്തിലേക്ക് പോലും നമ്മൾ പോകാതെ നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അത്തരം ഒരു ചിന്താഗതിയാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് ചാടി ഒരു തീരുമാനത്തിലേക്ക് അങ്ങ് എത്തിച്ചേരും. പിന്നെ നമുക്ക് അതിന് സ്വാധീനിക്കാനുള്ള തെളിവൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അതിലെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. ഇപ്പോ പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ പെണ്ണൊക്കെ കണ്ട് സാധാരണ എന്താ എല്ലാവരും പറയുന്നത്, വീട്ടിൽ ചെന്നിട്ട് അറിയിക്കാം, എല്ലാവരോടും ആലോചിച്ച് അറിയിക്കാന്ന് പറയും. അപ്പൊ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും ഇപ്പൊ അവർ അറിയിക്കാം. അപ്പൊ ബ്രോക്കർ വിളിച്ചു പറയാണ് പയ്യന് വലിയ താല്പര്യമില്ല. പയ്യന് താല്പര്യമില്ലാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും. ഇപ്പൊ നമ്മള് അപ്പൊ ഈ പെൺകുട്ടി അതിന് കൊടുക്കുന്ന ഒരു കൺക്ലൂഷൻ എന്നെ കാണാൻ കൊള്ളത്തില്ല, എന്നെ കാണാൻ കൊള്ളാത്തത് കൊണ്ടാണ് ചെറുക്കൻ അങ്ങനെ പെരുമാറിയത് എന്നൊരു കൺക്ലൂഷനിലേക്ക് അങ്ങ് എത്തിച്ചേരുക. പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് നടക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നമ്മൾ അപ്പം അയാളുടെ ചിന്ത ഇതായിരിക്കും എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കുക. അയാൾ ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്. ഒരു ഷോപ്പ് കീപ്പർ ഞാൻ സാധനമാക്കി വെച്ചിരുമ്പോൾ എന്നോട് ദേഷ്യത്തോടെ പെരുമാറി, അവിടുത്തെ കാഷ്യർ എന്നോട് മോശമായിട്ട് പെരുമാറി. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഞാനൊരു വെൽക്കമിങ് അല്ല, ആളുകൾ എല്ലാവരും എന്നോട് ദേഷ്യത്തോടെ പെരുമാറും. അപ്പൊ അയാൾക്ക് എന്നോട് ദേഷ്യം തോന്നാൻ കാരണം എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമല്ല എൻ്റെത് എന്നുള്ള അയാളുടെ മനസ്സ് നമ്മൾ റീഡ് ചെയ്തതുപോലെ അതൊരു ജമ്പിങ് ടു ദ കൺക്ലൂഷൻ, അത്തരം ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത് നമ്മൾ മൈൻഡ് റീഡിങ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കുകയാണ്, ഇതിന് നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീരുമാനിക്കുകയാണ് ഇതിൽ എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല എന്നുള്ള ഒരു ഭാവി ഫോർച്യൂൺ ടെല്ലിങ് നെഗറ്റീവായിട്ടുള്ളതായിരിക്കും. ഫോർച്യൂൺ ടെല്ലിങ് എന്ന് പറയുമ്പോൾ ഇത്തരം കോഗ്നേറ്റീവ് എററായിട്ട് കോഗ്നേറ്റീവ് ഡിസ്റ്റോർഷനായി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫോർച്യൂൺ ടെല്ലിങ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആ ഒരു അപ്രോച്ചിലായിരിക്കും നമ്മൾ ആ ഇവന്റിനെ തന്നെ
ഫേസ് ചെയ്യുന്നത്. അപ്പൊ ആ തരത്തിൽ നമ്മൾ പിന്നെ ഈ പറഞ്ഞ ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ ഒരെണ്ണത്തിന്റെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പെരുമാറുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മളെ തന്നെ വിചാരിക്കുകയാണ്, എനിക്ക് ഞാനൊരു ബാഡ് ഫ്രണ്ട് ആണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നുന്നത് കൊണ്ട് ഞാനൊരു ബാഡ് ഫ്രണ്ട് ആണ്, അതുകൊണ്ട് എനിക്ക് ഞാൻ കൂട്ടുകൂടിയാലും എനിക്ക് അതിന്റെ റിജക്ഷൻ നേരിടേണ്ടി വരും. ഈ റിജക്ഷനെ പേടിച്ച് ഞാൻ കൂട്ടുകൂടാതിരിക്കും. അപ്പൊ നമ്മുടെ ഇമോഷൻ എന്താണോ ആ ഇമോഷൻ പ്രകാരം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനിയുള്ള സംഭവങ്ങളും ഇപ്പൊ രാവിലെ ഞാൻ എഴുന്നേക്കാൻ മടിക്കുന്നത് പോലെ, അപ്പൊ എനിക്ക് ഒരു ശരീരത്തിന് ഒരു വെൽനെസ് തോന്നിയില്ല. മഴ പെയ്യുന്ന സമയത്ത് രാവിലെ എല്ലാവർക്കും കുറച്ചു നേരം കൂടി മൂടിപ്പോച്ച് കിടക്കാനുള്ള ഒരു തോന്നലുണ്ടാകും. അപ്പൊ ആ തോന്നലിനെ ഞാനൊരു വളരെ വക്രീകരിച്ച് എന്റെ മൂഡിന്ന് മോശമാണ്, എനിക്ക് പോകാൻ മനസ്സില്ല, ഇനി ഇങ്ങനെ പോയാലും ശരിയാകത്തില്ല എന്നതിലേക്ക് എത്തിച്ചേർന്നിട്ട് ആ പരീക്ഷയ്ക്ക് പോകാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്തും. അപ്പൊ എന്റെ ഇമോഷൻ എന്താണോ ആ ഇമോഷൻ അനുസരിച്ച് ഞാൻ വരുന്ന ഇവന്റ്സിനെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. പിന്നെ നമ്മൾ പറഞ്ഞ ഡിസ്ക്വാളിഫൈങ് ദ പോസിറ്റീവായിട്ടുള്ള സംഗതികളെല്ലാം നമ്മൾ അവഗണിച്ച് കളയുന്നു. നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റുകളെ മാത്രം നമ്മൾ എടുക്കുന്നു. നമുക്ക് ഞാൻ അതിന് പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത്, അപ്പൊ നമ്മൾ 45 മാർക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. 45 മാർക്ക് കുട്ടിക്ക് കിട്ടി. അപ്പൊ ആ 45 മാർക്ക് കിട്ടിയ കുട്ടി എന്ന് വെച്ചാൽ 90% ആൻസർ ചെയ്ത ഒരു കുട്ടിയാണ്. 90% ആൻസർ ചെയ്ത കുട്ടി പക്ഷെ വിചാരിക്കുന്നത് 10 മാർക്ക് 10 മാർക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അതിന് പ്രോമിനന്റ് ആയിട്ട്, വിത്തൗട്ട് റീസൺ. അല്ലെങ്കിൽ നമുക്ക് അതിനെ വേറെ തിരിച്ച് 10 മാർക്ക് അടുത്ത തവണ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം അല്ല വരുന്നത്. ഈ നഷ്ടപ്പെട്ട 10 മാർക്കിന് മാത്രം ഡിപ്രസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പിന്നെ നമുക്ക് ധാരാളം ആളുകളിൽ നിന്ന് കോംപ്ലിമെന്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ആ നെഗറ്റീവായിട്ട് ഒരു കാര്യം പറയുന്ന ആൾ മനഃപൂർവ്വം നമ്മളെ തകർക്കാൻ വേണ്ടി ചിലപ്പോൾ വന്ന് പറയുന്നതുമാണ്. അത് നമ്മൾ തിരിച്ചറിയാതെ ആ ഒരാള് എന്തുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞു, ഇതിനകത്ത് വേറൊരു സംഗതി വെച്ചാൽ ആൾ ഓർ നത്തിങ് തിങ്കിങ് എന്ന് പറയുന്ന സംഗതി എന്ന് വെച്ചാൽ ഒന്നുകിൽ അതായത് മുഴുവൻ ആളുകളും എന്നെ കോംപ്ലിമെന്റ് ചെയ്തോണം, മുഴുവൻ ആളുകളും എന്നെ ഇഷ്ടപ്പെട്ടോണം, ഒരാളെങ്കിലും എന്നെ ഇഷ്ടപ്പെടാതിരുന്നാൽ ഞാൻ ഒരു മോശം വ്യക്തിയാണ്, ഞാനൊരു ഫെയിലുവർ ആണ്, 10 മാർക്കെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാനൊരു മണ്ടനാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ചിന്ത ഈ ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾക്ക് അതുപോലെ തന്നെ മുൻധാരണകൾ ഉണ്ടായിരിക്കുക. എന്തിനെ പറ്റി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാലും അതിന് മുമ്പ് നമ്മൾ ഒരു ഡിക്ലറേഷൻ നടത്തും, ഇത് ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ പലപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സംഗതി നമുക്ക് ഒരു മിഡ് വേ എടുക്കാനുള്ള ഒന്നുകിൽ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം. ആ പെർഫെക്ഷനിൽ ഒരു പെർസെൻറ്റേജെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫെയിലിയർ ആണെന്നുള്ള ചിന്ത. ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ പെരുമാറണം. മറ്റുള്ളവർക്ക് നമുക്ക് എല്ലാ തവണയും എല്ലാവരെയും സൂചിപ്പിച്ച് എല്ലാവരുടെയും സന്തോഷം ഉണ്ടാക്കി ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അറിയാതെ എങ്ങാനും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. ഐ ഷുഡ് ആൾവേസ് ബി പെർഫെക്റ്റ്. ഷുഡ് എന്നുള്ള വാക്ക് എപ്പോഴും ചേർത്തുകൊണ്ടിരിക്കും. ഇത് ഞാൻ ഇങ്ങനെ ആയിരിക്കണം, ഈ പ്രവൃത്തി ഇങ്ങനെ ചെയ്തിരിക്കുക, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് അവർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ട് മാറിത്തീരുന്ന അവസ്ഥയിലേക്ക് പോകും. ഇതിൻ്റെയൊക്കെ നമുക്ക് കാരണങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് തിങ്കിങ് എറേഴ്സ് ഉണ്ടാകുന്നത്? അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മളുടെ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൽ നമ്മൾ ചില ഷോർട്ട് കട്ടുകൾ എടുക്കാറുണ്ട്. നമ്മൾ മുമ്പുണ്ടായിരുന്ന പാസ്റ്റ് ഇവന്റുകളെ പ്രസന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ പാസ്റ്റ് ഇവന്റുകളെ അല്ലെ പാസ്റ്റ് എക്സ്പീരിയൻസുകളെ ഇന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത് അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായ ഒരു സംഗതിയാണ്. അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടി വരും.
ഇപ്പൊ ചില നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു അനുഭവമായിരിക്കും. കുട്ടിക്കാലത്ത് നമ്മളൊരു ആ, പട്ടിയെ കണ്ടപ്പോൾ പേടിച്ചു. അതുകൊണ്ട് പിന്നീട് ഈ പട്ടികളെ മുഴുവൻ ഫേസ് ചെയ്യാൻ പട്ടിയെ എവിടെ കണ്ടാലും എനിക്ക് പിന്നെ സ്ട്രെസ് ഉണ്ടാവുകയാണ്, ടെൻഷൻ ഉണ്ടാവുകയാണ്, ആങ്സൈറ്റി ഉണ്ടാവുകയാണ്. അപ്പോ ചെറുപ്പത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ പട്ടിയെ കാണുമ്പോൾ ഭയപ്പെട്ടത്? നമുക്ക് ആ പട്ടിയെ നേരിടാനുള്ള കഴിവില്ല. മാത്രമല്ല പട്ടിക്ക് ചെറിയ കുട്ടികളോട് ഭയമില്ല. അപ്പൊ പട്ടി ചെറിയ കുട്ടികളെ കടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ, അങ്ങനത്തുള്ള അവസ്ഥയുണ്ടാകും. അപ്പോ ആ, അത് ആ ഒരു ഇൻവെന്റ് എന്ന് പറയുന്ന ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ നമുക്ക് പരാജയം ഉണ്ടായി. കാരണം നമ്മുടെ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്രിപ്പറേഷൻ മോശമായിരുന്നു. അപ്പൊ ഫസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടായെന്ന് കരുതി അതേ സാഹചര്യമായിരിക്കും ഇനിയും വരുന്നത് എന്ന് നമ്മൾ അതിനെ നമ്മുടെ ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സ്കീമയിലേക്ക് ഈ ഫെയിലിയറിനെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. പക്ഷെ അത് പിന്നീട് നമ്മൾ കുറെ തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ട് പോകുമ്പോഴും ഇതേ ഒരു സ്കീമയെ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കീമയെ നമ്മൾ ഡൈക്കോട്ടമസ് ആയിട്ടുള്ള സ്കീമയെ നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ബ്രെയിനിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഉണ്ട്. ചെറുപ്പകാലത്ത് കുട്ടികൾക്ക് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കപ്പാസിറ്റി കുറവാണ്. അതുപോലെ ക്രൈസിസ് സമയത്ത് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ HP ആക്സസ് വർക്ക് ചെയ്ത സമയത്ത് നമ്മൾ വളരെ നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിങ് അത്രത്തോളം ഡെവലപ്ഡ് ആയിരുന്നു. നമുക്ക് ഒരു കാര്യമുള്ളൂ, ഒന്നി ഫൈറ്റ് ചെയ്യാലോ ഫ്ലൈറ്റ് ചെയ്യാലോ ഫ്രീസ് ആയിരിക്കും. വേറെ നമ്മുടെ ചിന്താഗതികളെ, നമ്മുടെ ഈ കോഗ്നീഷനെയൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ പരമാവധി എന്താ ചെയ്യുന്നത്? നമ്മൾ കാമായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക, അതൊക്കെയാണ് വേണ്ടത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നീട് അത് എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നത് ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷന് കാരണമായി തരും. നമുക്ക് ബാഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തികൾ കുറച്ച് മോശമായിരിക്കും. അതുകൊണ്ട് പിന്നീട് വരുന്ന എല്ലാ സമയത്തും അത് മോശമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ മോറലി എപ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ചിന്ത ഈ കോഗ്നിറ്റീവ് എററിന് കാരണമായി തീരുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെല്ലാം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും അത് ചെയ്യണം എന്നുള്ള ഒരു സോഷ്യൽ കോസ്. എല്ലാവരും എൻ്റെ ചുറ്റുമുള്ള കുറെ കൂട്ടുകാർ പാട്ട് പാടുന്നവരെ എനിക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ല, അപ്പൊ ഞാനൊരു ടാലന്റ് കുറഞ്ഞ ആളാണെന്ന് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും മാത്തമാറ്റിക്സിൽ നല്ല മാർക്ക് കിട്ടുന്നു, എനിക്ക് മാത്തമാറ്റിക്സിൽ 2-3 തവണ ഞാൻ തോറ്റുപോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു പിന്നെ ബുദ്ധി കുറഞ്ഞ ആളാണ്, ഞാൻ മോശം ഒരവസ്ഥയിലേക്ക്, അതൊരു സോഷ്യൽ കോസ് ആണ്. അപ്പൊ ഇതുമൂലം നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? പിന്നെ ഇമോഷണൽ അപ്സെറ്റ് ഉണ്ടാകുന്നു, ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, വിഡ്രോവൽ ഉണ്ടാകുന്നു, അഡിക്ഷൻസ് ഉണ്ടാകുന്നു, സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടാകുന്നു, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു, ഹെഡേക്ക് ഉണ്ടാകുന്നു, പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസ് ഉണ്ടാകുന്നു, നമ്മൾ ഇറിറ്റബിൾ ആയിട്ടിരുന്നു, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ പിന്നെ ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ നമ്മൾ ഇനി നോക്കുന്നത്, നമ്മൾ അതിനെ ഇന്റർവെൻഷൻസ്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റും, നമ്മുടെ ക്ലയന്റിനെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ചില പിന്നെ ചിന്തകളാണ് ഞാൻ നിങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പൊ അതിന്റെ തെറാപ്യൂട്ടിക്കൽ വശങ്ങളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് വീണ്ടും നമ്മൾ സംസാരിക്കുന്നതായതുകൊണ്ട് അതിന്റെ നമുക്കൊരു കോമൺ സെൻസ് ഫാക്ടേഴ്സിനെ പറ്റിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ക്ലയന്റിനുമായിട്ട് പങ്കുവെക്കേണ്ട ഒരു സംഗതി എന്നുള്ളത് ഫീലിങ്സ് ആർ നോട്ട് ഫാക്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു ഇമോഷണൽ ആയിട്ട് ബാഡ് ഫീൽ ചെയ്യുന്നെങ്കിൽ അത് സത്യം ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളെ ഒരാള് പിന്നെ പെണ്ണ് കാണാൻ വന്ന ആൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ ഒരു കണം കൊള്ളാത്ത ആളാണെന്നുള്ള ഇമോഷണൽ ആ ഒരു ഫീലിംഗിൽ നിങ്ങൾ നിൽക്കുകയാണ്. പക്ഷെ അത് ഫാക്ട്, നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ്
നിങ്ങൾ സാഡായി, ഡിപ്രസ്ഡ് ആയി. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് അത് ശരിയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കണം അയാൾ അങ്ങനെ പറഞ്ഞെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണം കൊള്ളാത്ത ആളാണ് എന്നുള്ളതിന് യാതൊരു തെളിവ് അതിനകത്തില്ല. ഈ പയ്യന് വേറൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമുണ്ടാകാം. നിങ്ങളുടെ വീട് ചുറ്റുപാടുകൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളെ കാണാൻ കൊള്ളത്തില്ല എന്നുള്ളതിന് അർത്ഥമില്ല. അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഫാമിലി മെമ്പറായിട്ട് അയാൾക്ക് കാണേണ്ടി വന്നു. അതുകൊണ്ട് അയാൾക്ക് താല്പര്യമില്ലാതെ വന്നു. ഇയാളുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഇഷ്ടക്കുറവുണ്ടായിട്ടുണ്ടാകാൻ അങ്ങനെ നൂറ് കാരണങ്ങൾ. നിങ്ങളെ കാണാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരൊറ്റ കാരണത്തിനപ്പുറത്ത് 99 കാരണങ്ങൾ വേറെയുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ആൾവേസ് അത് ഫാക്റ്റ് ആയിരിക്കണമെന്നില്ല. ഫീലിങ്സ് ആർ നോട്ട് ഫാക്റ്റ്. അപ്പൊ എനിക്കൊരു കാര്യത്തിൽ ഭയമാണ്. എനിക്കൊരു പിന്നെ നമ്മൾ ഈ ഫീലിങ്സിനെയും ഫാക്റ്റിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എനിക്ക് വിമാനത്തിൽ സഞ്ചരിക്കാൻ ഭയമാണ്. എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ സ്ട്രെസ് ഉണ്ടാകും. വിമാനത്തിൽ സഞ്ചരിച്ച ഉടനെ അപകടം വരും എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പൊ അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സാറൊക്കെ പറഞ്ഞാൽ ഇതിനൊരു പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടാകും. നമ്മൾ അങ്ങനെ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിനൊരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടാകും. അത് നമുക്കൊരു പെർമനന്റ് തോട്ടായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ എപ്പോൾ നമ്മൾ വിമാനത്തിൽ കയറിയാലോ തകർന്നു വീഴുമെന്നുള്ളതാണ്. റിയൽ ഫാക്ട് എന്താണ്? ഇപ്പോ ഇന്ത്യയിൽ തന്നെ ഒരു ദിവസം ഒരു 10-30,000 ഫ്ലൈറ്റെങ്കിലും പറക്കുന്നുണ്ടാകും. ഓക്കെ, അതില് ഒരു 10 ദിവസം 3 ലക്ഷം ഫ്ലൈറ്റുകൾ പറക്കുന്നുണ്ടാകും. അപ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് ഒരു 27 ലക്ഷം ഫ്ലൈറ്റുകൾ പറക്കുന്നുണ്ടാകും. 27 ലക്ഷം ഫ്ലൈറ്റുകൾ ഒരു മാസം പറക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ കഴിഞ്ഞ മാസം ഒരു ഫ്ലൈറ്റ് തകർന്ന കഥ പോലും നമ്മൾ കേട്ടില്ല. നമ്മളൊരു വർഷത്തിൽ ഒരു ഫ്ലൈറ്റ് തകർന്ന കഥയൊക്കെയാണ് ഇന്ത്യയിൽ മാക്സിമം കേൾക്കുന്നത്. അല്ലെ 2-3 വർഷം കൂടുമ്പോഴാണ് ഒരു ഫ്ലൈറ്റ് തകർന്ന കഥ നമ്മൾ. ഈ 2-3 വർഷം കൊണ്ട് ചിലപ്പോൾ 1 കോടി പറക്കലുകൾ ഫ്ലൈറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഈ 1 കോടി പറക്കലുകളിൽ ഒരു ഫ്ലൈറ്റ് തകരാറ് പോലും ഉണ്ടായിട്ടില്ലെന്നാണ് ഫാക്റ്റ്. പക്ഷെ നമ്മുടെ ഫീലിംഗ് എന്താ? നമ്മളെപ്പം വിമാനത്തിൽ കയറിയാലും അത് തകർന്നു വീഴും എന്നുള്ള ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനിലാണ് ആ ക്ലൈന്റ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെ പിന്നെ ഈ ഫാക്റ്റിനെയും ഫീലിങ്സിനെയും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. റിജക്ഷനെ പേടിക്കുക. അതായത് റിജക്ഷനെ പേടിച്ചിട്ട് ഇയാള് ഒരിക്കൽ പോലും ഒരു പെൺകുട്ടിയോട് പിന്നെ സ്നേഹപൂർവ്വം സംസാരിച്ചിട്ടില്ല. എന്താ പറയുക, സ്നേഹപൂർവ്വം ഇടപെട്ടാൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടാൽ നമുക്ക് ആ പെൺകുട്ടിയോട് അടുപ്പം തോന്നിയേക്കാം. അടുപ്പം തോന്നിയാൽ എന്തെങ്കിലും ഞാൻ പ്രൊപ്പോസ് ചെയ്തേക്കാം. പ്രൊപ്പോസ് ചെയ്താൽ ഈ കുട്ടി എന്നെ റിജക്റ്റ് ചെയ്തേക്കാം. അങ്ങനെ റിജക്ഷനെ ഭയമുള്ളത് കൊണ്ട് പെൺകുട്ടികളുമായിട്ട് സംസാരിക്കാൻ മടിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. അത് അയാളിൽ അങ്ങനെ പെൺകുട്ടികൾ സംസാരിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സ്ട്രെസ് ആയിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുക. അതിന്റെ ഭാഗമായിട്ട് ഡിപ്രഷൻ വരിക. അപ്പം അതൊരു ചിന്ത. അതെന്താ, ഇവരെന്നെ റിജക്റ്റ് ചെയ്ത് കളയാം. ലോകത്ത് ഒരാളെ 100 പെൺകുട്ടികളുടെ 100 പേരും അക്സെപ്റ്റ് ചെയ്യാറില്ല. നമ്മൾ കണ്ടുമുട്ടുന്ന ഈ പിന്നെ ഒരാള് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ചാൻസ് ആണ്. എല്ലാവരും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ കൂട്ടുകാര് ആയിട്ടുള്ള മുഴുവൻ ആളുകളും റിജക്ഷൻ ലഭിക്കാത്തവരായിരുന്നോ? റിജക്ഷൻ കിട്ടിയിട്ടുള്ള എത്ര പേരെ നമുക്ക് അറിയാം? അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള മിക്ക പേർക്കും റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഡിപ്രസ്ഡ് ആയിട്ട് വീട്ടിലിരിക്കുകയാണോ? ആ തരത്തിൽ കുറച്ച് റീസണബിൾ ആയിട്ട് റീസണിങ്, ഇമോഷണൽ റീസണിങ് എന്നാണ് അതിന് പറയുന്നത്. ഇമോഷണൽ റീസണിങ്ങിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ആ ക്ലയന്റിനെ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്ന
സാഹചര്യത്തിന് ആ ഭയത്തിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇതേ സാഹചര്യത്തിൽ നിങ്ങളുടെ സുഹൃത്തായിരുന്നെങ്കിൽ നിങ്ങൾ പെരുമാറുന്നത് പോലെ ആയിരിക്കുമോ സുഹൃത്ത് പെരുമാറുക? ഇതിപ്പോ നിങ്ങൾ റിജക്ഷന്റെ കാര്യം പറഞ്ഞത്, വേറെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് സാഹചര്യത്തിൽ ഇതുപോലെയാണോ, നിങ്ങൾ അതിൽ നിന്ന് ഓടി ഒളിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ചിന്തകൾ അയാൾ ഉണർത്തിക്കൊണ്ട് വന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ ആ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടാ തുടങ്ങിയിട്ടുള്ള ഒരു റീസണിങ്, ഇമോഷണൽ റീസണിങ്ങിലേക്ക് നമുക്ക് ഇയാളെ കൊണ്ടുവരാം. അതുപോലെ ഡിസ്ട്രസ് ടോളറൻസ് സ്കിൽ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമുക്ക് ഡിസ്ട്രസ് ഉണ്ടാകുന്നു, ആ ഡിസ്ട്രസിനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഡിസ്ട്രസ് ടോളറൻസിൽ ചില മെത്തേഡ്സ് നമ്മൾ ചെയ്യാറുണ്ട്. ഒരു സെൽഫ് സൂത്തിങ് ടെക്നിക്സ്. സെൽഫ് സൂത്തിങ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ മൈൻഡ്ഫുൾനെസിന്റെ ടെക്നിക്കൊക്കെ അതിനകത്ത് ഉപയോഗിക്കാം. നമ്മളൊരു ഡിസ്ട്രസ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും. നമ്മുടെ പ്രകൃതിയിലുള്ള എന്തെങ്കിലും കുറച്ച് നമ്മൾ അതുവരെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ശ്രദ്ധിക്കാതിരുന്ന എന്തെങ്കിലും, ഇപ്പോൾ ഒരു മരത്തിൽ നോക്കിയിട്ട് അതിലെന്തെങ്കിലും കിളികളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന എന്തെങ്കിലും സൗണ്ട് ചുറ്റുപാട് നമുക്ക് ഒരു 5 ശബ്ദങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധയിലേക്ക് പോകുന്നു. നമ്മൾ നമ്മുടെ സീറ്റിനടിയിൽ നോക്കാതെ തന്നെ ടച്ച് ചെയ്തിട്ട് നമ്മുടെ സീറ്റിന്റെ ടെക്സ്ചർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമുള്ള സാധനങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മളുടെ കയ്യിലോ ശരീരത്തോ കാറ്റ് വന്ന് തഴുകുന്നുണ്ടോ, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അല്ലെ നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഒരു മിഠായി ഉണ്ട് നമ്മുടെ ബാഗിലേക്ക്, ആ മിഠായി എടുത്ത് വായിലിട്ട് നുണഞ്ഞിട്ട് അതിൽ മധുരമല്ലാതെ മറ്റെന്തെങ്കിലും ഫ്ലേവർ അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ചുറ്റും നമുക്ക് എന്തെങ്കിലും സ്മെൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ, അതായത് നമ്മൾ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ ആ ഡിസ്ട്രസ്സിനെ ഒന്ന് അവഗണിച്ച് കളയുക, വേറെ എന്തിലേക്കും ഒന്ന് ശ്രദ്ധ കൊണ്ടുവരിക ആണ് സൂത്തിങ് യുവർ സെൻസസ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, നമ്മുടെ കാഴ്ച, കേൾവി, അതിനെയൊക്കെ ഒന്ന് സൂത്ത് ചെയ്തെടുത്താൽ നമുക്ക് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മുടെ മൈൻഡിനെ ഒന്ന് മാറ്റി നിർത്താൻ സാധിക്കും. നമ്മൾ വളരെ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആംഗ്രി, നമ്മൾ വിവേകമില്ലാതെ പല തീരുമാനങ്ങൾ എടുക്കാനോ പ്രവർത്തിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ HP ആക്സിസിൽ ഈ കോർട്ടിസോൾ കയറി നിൽക്കുന്ന ഒരു 20 മിനിറ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ നമ്മൾ നോർമലിലേക്ക് മടങ്ങി വരും. ഈ നോർമലിലേക്ക് മടങ്ങി വരുന്നവരെ നമ്മുടെ ആ ഡിസ്ട്രസിനെ ഒന്ന് അവഗണിച്ച് കളയുകയാണെങ്കിൽ നമുക്ക് ഈ കാംനെസ്സിലേക്ക് വരുന്നതിനും നമ്മൾ പിന്നെ ഈ തെറ്റായ ഒരു തീരുമാനം എടുക്കുന്നതിനും നമുക്ക് മാറി നിൽക്കാൻ പറ്റും. പിന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ ഈ നെഗറ്റീവ് ഈ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തിങ്കിങ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് തീരുമാനത്തിലാണോ അല്ലെങ്കിൽ എന്തിനെ പറ്റി ചിന്തിച്ചാണോ വറീഡ് ആകുന്നത്, അതേ കാര്യത്തെ ഒന്ന് എഴുതി വെക്കാനും. ഇപ്പൊ ഞാൻ നിരന്തരമായിട്ട് ഇന്റർവ്യൂകളെ അവഗണിക്കുകയാണ്, എന്റെ ഭയം കൊണ്ടാണ് ഞാൻ അവഗണിക്കുന്നത്. അപ്പൊ ഇന്റർവ്യൂവിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ അവഗണിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന നേട്ടങ്ങളും എനിക്കുണ്ടാകുന്ന കോട്ടങ്ങളും ഞാനൊന്ന് എഴുതി വെക്കാൻ, ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളുടെ ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഞാൻ എങ്ങനെയാണോ, ഇപ്പൊ ഒരു പെൺകുട്ടി ചെറിയൊരു കോംപ്ലക്സ് ഉണ്ട്, മറ്റുള്ളവരുടെ അത്രയും സൗന്ദര്യം എനിക്കില്ല എന്നുള്ളൊരു കോംപ്ലക്സ് ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്ന ആള് പിന്നെ ഈ ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോയത്. അത് മൈൻഡ് റീഡിംഗ് ആയിട്ട് ചെയ്യണം. അയാൾക്ക് എന്നെ കാണാൻ കൊള്ളാത്തത് കൊണ്ടാണ് അയാളിത് പറഞ്ഞത്. അപ്പൊ അതിന് പകരം
ഈ പെൺകുട്ടി സ്വയം ഞാൻ എങ്ങനെയാണോ അതേപോലെ എന്നെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അതിനെ അംഗീകരിക്കാനും ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, അത് അങ്ങനെയാണ് എന്നെങ്കിലും ഒരിക്കൽ ഒരാള് എൻ്റെ മാനസികാവസ്ഥയുള്ള ഒരാൾ വരും എന്നുള്ള തരത്തിൽ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തിങ്കിങ്ങിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു മൊമെന്റിന് നമ്മൾ അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരു മൊമെന്റിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആയി പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പം ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള ആളുകൾക്കും റിലീജിയസ് അല്ലാത്തുള്ള ആളുകൾക്കും ഏതെങ്കിലും തരത്തിൽ ഉള്ള ചില പോസിറ്റീവ് ചിന്തകളിലേക്ക് പോയിക്കൊണ്ട് ആ ഒരു ഇവന്റിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഒരു റിലാക്സേഷന്റെ പല ടെക്നിക്കുകളുണ്ട്, അതിലേതെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ചില ഇമേജറുകൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതെല്ലാം നമ്മൾ റീസെറ്റിംഗ് ദ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓഫ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ചെന്നുപെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് പെട്ടെന്നൊന്ന് മാറി ഒന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോയിട്ട് പിന്നെ തിരികെ വന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമുക്ക് ഇത്തരം എന്താ പറയുക ഡിസ്ട്രസ് ടോളറൻസിന്റെ സ്കില്ലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ വളരെ പെട്ടതാണ് ഇമോഷണൽ ടോളറൻസ് എന്ന് പറയുന്നത്. ഇമോഷണൽ ടോളറൻസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് ആണ്. നമുക്ക് നമ്മളെ പറ്റി തന്നെയുള്ള നല്ല ധാരണകൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരു റോള് റിവേഴ്സ് ചെയ്ത് ചിന്തിക്കുക. അപ്പം എനിക്ക് അച്ഛനുമായിട്ടൊരു ഡിസ്പ്യൂട്ട് ഉണ്ട്. അപ്പം ഞാൻ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് റോൾ റിവേഴ്സ് ചെയ്ത് ചിന്തിക്കുന്ന ഒരവസ്ഥ, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയുള്ള പ്രാക്ടീസ്. സെൽഫ് കമ്പാഷൻ, നമ്മൾക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അതിനായിട്ടുള്ള. പിന്നെ ഇമോഷണൽ സപ്പോർട്ട്, നമുക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകളോട് നമ്മളുടെ പ്രശ്നങ്ങളെ പറ്റി തുറന്നു പറയും, പറ്റുമെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് തന്നെ നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇമോഷണൽ ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ബയസ് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യം. ചിലർ ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റീവിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കേണ്ടത്, നിങ്ങൾ ഈ നെഗറ്റീവിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണ്? ഒരു സിറ്റുവേഷനാണ് അവരെ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷന് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷനെയും ഫാക്റ്റിനെയും കൂടെ വേർതിരിച്ച്, ഫാക്റ്റുകൾ എന്തെല്ലാമാണ്, നിങ്ങളെ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാകാം, ഈ നിങ്ങൾ കാണാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരൊറ്റ ഫാക്ട് മാത്രമാണോ അതിനകത്ത് ഉണ്ടാവുക? അതുപോലെ തന്നെ ഡിസ്ക്വാളിഫൈങ് ഓർ മിനിമൈസിങ് ദ പോസിറ്റീവ്. നമുക്ക് അവരോട് ചോദിക്കാം, നിങ്ങളുടെ ഒരു സുഹൃത്താണ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ അച്ചീവ്മെന്റ് ഉണ്ടായി, നിങ്ങൾ അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ചെറിയൊരു ഫെയിലിയർ ഉണ്ടായി, നിങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഈ അച്ചീവ്മെന്റ് നിങ്ങളുടെ സുഹൃത്തിനാണ് ഉണ്ടായതെങ്കിൽ നിങ്ങൾ ഇതുപോലെയാണോ ബിഹേവ് ചെയ്യുന്നത്? നിങ്ങൾ പോസിറ്റീവായിട്ട് കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. അതോ നിങ്ങളുടെ സക്സസിനെ നിങ്ങൾ അംഗീകരിക്കാത്തത് വേറെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് നിങ്ങൾ സെറ്റ്, മറ്റൊരാളുടെ സ്റ്റാൻഡേർഡ്. ഇപ്പൊ എനിക്ക് 45 മാർക്ക് കിട്ടി 50-ൽ, അല്ലെ എനിക്ക് 90% മാർക്ക് കിട്ടി, എൻ്റെ അയൽവകത്തുള്ള ഒരാൾക്ക് 95% കിട്ടി. അപ്പം അയാളുടെ സ്റ്റാൻഡേർഡിനൊത്ത് ഞാൻ വന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ വിഷമിക്കുന്നത് എങ്കിൽ ഇതിനെക്കാട്ടിലും കുറച്ച് മാർക്ക് കിട്ടിയ ആളുകളുണ്ടല്ലോ, അപ്പൊ അവരെ അപേക്ഷിച്ച് നിങ്ങളുടെ സ്ഥിതി വളരെ മെച്ചമല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റും.
ഒരു സിറ്റുവേഷനെ വേറൊരു രീതിയിൽ, മറ്റു രീതിയിൽ എന്തെല്ലാം തരത്തിൽ നിങ്ങൾക്ക് ഈഗോ സെൻട്രിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് എൻ്റെ പെർസ്പെക്റ്റീവ് ആണ്, അത് മാത്രം ഞാൻ ഒരു ലോകത്തെ എങ്ങനെ നോക്കി കാണുന്നു, അത് മാത്രമാണ് ഈ ലോകത്തുള്ള ഒരു പെർസ്പെക്റ്റീവ്. ആൾട്ടർനേറ്റീവ് ഇല്ല. വേറെ ഒരു തരത്തിൽ ചിന്തിക്കാൻ കഴിയുമോ? പോസിബിൾ ആയിട്ടുള്ള മറ്റ് ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇയാളോട് ചോദിക്കാം. അപ്പോൾ മൈൻഡ് റീഡിംഗ് ഉള്ള ആളുകളോട്, അപ്പൊ അവര് ഈ മൈൻഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇവര് തന്നെ അയാൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും എന്നങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നില്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ വരും എന്ന് നമുക്ക് ആളുകൾ ചോദിക്കാം. നിങ്ങൾ ഒരാളെ കണ്ടപ്പോ അയാൾ അൺഹെൽത്തി ആണെന്ന് നിങ്ങൾ ചിന്തിച്ചു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ ആശുപത്രി പോയി. നിങ്ങൾ ഇയാളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇതേ അൺഹെൽത്തി ഇയാൾ ആശുപത്രിയിൽ പോകുമായിരുന്നല്ലോ. നിങ്ങൾ ഈ മറ്റുള്ള സമയങ്ങളിലൊക്കെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്, അതെല്ലാം ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള തരത്തിലേക്ക് ഇവരെ ഒരു അവയർനെസ്സിലേക്ക് ചേരാൻ സാധിക്കും. എന്തായാലും കോഗ്നിറ്റീവ് എറേഴ്സ് ഉണ്ടാകുന്ന വ്യക്തികളെ ഒരു സെൽഫ് അവയർനെസ്സിലേക്ക് കൊണ്ടുവരികയും തിരികെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്കിതിനകത്ത് കൊടുക്കാവുന്ന ഒരു ഇന്റർവെൻഷൻ. അതിനുള്ള കുറേയധികം പ്രാക്ടിക്കലായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ആ പ്രാക്ടിക്കലായിട്ടുള്ള ടെക്നിക്സ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കേണ്ട സംഗതികളാണ്. അപ്പം എന്തായാലും കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ പറ്റിയാണ് നമ്മൾ 2 ദിവസമായിട്ട് പറഞ്ഞത്. ആ ഒരു പോർഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ധാരാളം മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഈ ഒരു CBT അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ CBT പഠിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അതല്ല നമ്മൾ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് മനസ്സിലാക്കാനും അതിനെ പരിഹരിക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കാനും നമുക്ക് സഹായിക്കും. ഇനി ഇതിനെ ആഡ് ചെയ്തുകൊണ്ട് പിന്നെ ഷാൽ സാർ സംസാരിക്കും. സാർ, ഇതില് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം സാർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കരുതിയത് നാളെ ഒരു പ്രത്യേക സെമിനാറായിട്ട് ഈ തോട്ട് ടെസ്റ്റ് ഒരു ക്ലാസ് എടുക്കാമെന്നാണ്. പക്ഷെ അതിൽ നമ്മൾ തോട്ട് ടെസ്റ്റിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷന്റെ ഡിസ്കഷൻ ഇന്നത്തോടെ നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ അതുപോലെ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നലെ എനിക്ക് 1-2 പേര് മെസ്സേജ് അയച്ചിരുന്നു, നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു. നമ്മൾ ആ ഒരു തോട്ടിന്റെ ഏർലി ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെ കോർ ബിലീഫ് ക്രിയേറ്റ് ചെയ്യുന്നു, കോർ ബിലീഫ് എങ്ങനെ അസംഷൻ ആകുന്നു, അസംഷൻ എങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക് തോട്ട് ആകുന്നു എന്നൊരു കോഗ്നിറ്റീവ് മോഡൽ നമ്മൾ പഠിച്ചു. വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ക്ലാസ് എടുക്കാം. അതുപോലെ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കോർ ബിലീഫിലേക്ക് എത്താനായിട്ട്, ഒരു വ്യക്തിയുടെ കോർ ബിലീഫിലേക്ക് എത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ അതിന് നമ്മളൊരു ഡൗൺ ആരോ ടെക്നിക്കാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ധാരാളം ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു ക്ലയന്റിനെ എനിക്ക് വേണം. അപ്പോൾ ആ ഒരു ക്ലയന്റിനെ ഞാൻ ഒരു പ്രീ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ക്ലാസ് എടുത്താൽ മാത്രമേ പ്രാക്ടിക്കലായിട്ട്, ഇപ്പൊ തിയറിറ്റിക്കലായിട്ട് പറഞ്ഞു തരാമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് എനിക്കത് കാണിച്ചു തരാനായിട്ട് പറ്റത്തുള്ളൂ. എങ്ങനെയാണ് നമുക്കൊരു ക്ലയന്റിന്റെ കോർ ബിലീഫിലേക്ക് എത്തി ആ വ്യക്തിക്ക് തന്റെ കോർ ബിലീഫിനെ കുറിച്ചുള്ള ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ആ കോർ ബിലീഫിലേക്ക് നമ്മൾ എത്തി ആ ക്ലയന്റിന് കോർ ബിലീഫ് എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഇൻസൈറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ തോട്ട് റീസ്ട്രക്ചറിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. ഇപ്പൊ നാളെ നമുക്കൊരു ബ്രേക്ക് എടുക്കാമെന്നാണ് തോന്നുന്നത്. ഞാനൊരു ക്ലാസ് എടുക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ഞാനൊരു കോളേജിലൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇച്ചിരി ലേറ്റ് ആവും. വ്യാഴാഴ്ച നമുക്ക് ADHDയുടെ വർക്ക്ഷോപ്പ് ഉണ്ട്, സെമിനാർ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഓട്ടോമാറ്റിക് തോട്ട്
അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കോർ ബിലീഫിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ് നമുക്ക് ക്രമീകരിക്കാമെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാവുന്നത്. ഒരു കേസ് ഇന്നലെ ഒരു ടീച്ചർ വിളിച്ച് പറഞ്ഞതാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഓക്കെ. അതിലെ ഒരു 6 വയസ്സ് അല്ല 6ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ആ കുട്ടി ഇപ്പൊ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഭയങ്കര മടി, സ്കൂളിൽ പോവാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് കുട്ടി സംസാരം തന്നെ നിർത്തി. വെറും ആംഗ്യഭാഷയിലാണ് ഇപ്പൊ എല്ലാം പറയുന്നത്. കുട്ടി ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ്. അപ്പൊ കുട്ടി ഓൾറെഡി പഠനത്തിൽ വളരെ പിന്നോക്കാണ്. 2 ചേച്ചിമാരാണുള്ളത്. അവരാണെങ്കിൽ പഠിക്കാൻ നല്ല മിടുക്കരുമാണ്. അപ്പോ ഒരാളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഒരു ചേച്ചിയുടെ. ആ ചേച്ചിയുടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയോട് മാത്രം ചില വാക്കുകൾ മാത്രം സംസാരിക്കും. അതല്ലാതെ യാതൊരു വിധത്തിലുള്ള ഒരു സംസാരവും കുട്ടീന്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ്. അപ്പോ ഇത് എന്താന്ന് സംഗതി മനസ്സിലായി. അവര് കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചു. ഇപ്പൊ സൈക്യാട്രിക് ഗുളികകൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അവർക്ക് ഇപ്പൊ കുട്ടി സ്കൂളിലേ പോകുന്നില്ല. ഗുളിക കഴിക്കുന്നതോടുകൂടെ പറ്റ ഡൗൺ ആയിട്ട് കുറച്ച് ഹൈപ്പർ ആയിരുന്ന കുട്ടിയാണെന്നാണ്. പഠനത്തിൽ പിന്നോക്കം, കുറച്ച് ഹൈപ്പറും ആയിരുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതില് നമുക്ക് എങ്ങനെയെങ്കിലും കേട്ടിട്ട് സെലക്റ്റീവ് മ്യൂട്ടിസം ആണോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. അത്തരത്തിലുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള ആരോടും കുട്ടി സംസാരിക്കത്തില്ല. പക്ഷെ വളരെ പർട്ടിക്കുലർ ആയിട്ട് 1-2 വ്യക്തികളോട് മാത്രം സംസാരിക്കുന്ന ഒരു ഇതിലേക്ക് പോകുന്ന ഒരു ഇത് ചില കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിംസിലും അങ്ങനെ ഒരു കുട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതാണോ എന്ന് എനിക്കറിയില്ല. വളരെ വിശദമായിട്ട് നമ്മളൊരു കേസ് അസസ് ചെയ്തിട്ടാണ് ഒരു ഡയഗ്നോസിസിലേക്ക് വരിക. ഒരുപക്ഷെ സെലക്റ്റീവ് മ്യൂട്ടിസം ആയിരിക്കാം. അതില് നമുക്ക് ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനോ അല്ലെങ്കിൽ കുട്ടിയുടെ ചിന്തയായിട്ട് ഇതായിട്ട് വല്ല കണക്ഷനും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? സത്യത്തിൽ ഈ സെലക്റ്റീവ് മ്യൂട്ടിസം ഉള്ള കുട്ടികൾക്ക് CBT കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം CBT ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. തെറാപ്പിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് റെസ്പോൺസസ് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെലക്റ്റീവ് മ്യൂട്ടിസം ആകുമ്പോഴത്തേക്കും അത് വർക്കാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ സെലക്റ്റീവ് മ്യൂട്ടിസത്തിന് വളരെ എന്താ പറയണ്ടേ, അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള തെറാപ്പികൾ വെല്ലൂരിൽ ലഭ്യമാണ് എന്ന് ഈ സെലക്റ്റീവ് മ്യൂട്ടിസം ഉള്ള കുട്ടി വന്ന സമയത്ത് ഞങ്ങളുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ അങ്ങോട്ട് ഗൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താണ് സെലക്റ്റീവ് മ്യൂട്ടിസത്തിന് കൊടുക്കുന്ന പ്രത്യേകമായിട്ടുള്ള തെറാപ്യൂട്ടിക്കൽ ടൂൾസ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ടുള്ള അറിവില്ല. അവരെ റെഫർ ചെയ്യുവാണ് ചെയ്തത്. കേസുകൾ ഉണ്ടല്ലേ? അല്ല, ഇത് ഇങ്ങനെയുള്ള ധാരാളം കേസുകളുണ്ട്. പിന്നെ ഇത് കൂടുതലും സൈക്കാട്രിസ്റ്റുകളാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മെഡിസിനുമായിട്ട് ഇവരൊന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ 1 മാസം 1.5 മാസമൊക്കെ എടുക്കും. അപ്പൊ ആ സമയത്ത് കുറച്ച് സെഡേഷനോ ക്ഷീണമൊക്കെ കുട്ടിക്കുണ്ടാകും. അതുകൊണ്ട് പക്ഷെ മരുന്ന് നിർത്തുന്നതിൽ അർത്ഥമില്ല. അതാണ് ആ പേരൻസിന് എനിക്ക് തോന്നുന്നു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സംഗതി. അവര് ആ പിന്നെ സൈക്കാട്രിസ്റ്റിനെ വിശ്വസിച്ച് ട്രീറ്റ് ചെയ്യുക. പിന്നെ ഇതിനൊരു ഇൻസിഡന്റ് മിക്കപ്പോഴും ഈ സെലക്റ്റീവ് മ്യൂട്ടിസത്തിലെ നയിക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് ഇൻസിഡന്റ് ഉണ്ടാകും. അപ്പൊ അതെന്താന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടി വരും. അപ്പം അത് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരവും പിന്നീട് ഈ മരുന്നുകളും കൂടി ചേർന്നിട്ട് റിക്കവറായി വന്നിട്ടുള്ളതാണ്. അത് ചിലപ്പോഴൊക്കെ ഇത് ഒരുപാട് വർഷങ്ങൾ നീണ്ടിട്ടുണ്ട്. ചില കേസുകളിലൊക്കെ ഒരുപാട് വർഷങ്ങളോളം സെലക്റ്റീവ് മ്യൂട്ടിസം നീണ്ടുപോയിട്ടുള്ള കഥയല്ല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്.
ചിലപ്പോ പെട്ടെന്ന് റിക്കവറി ഉണ്ടായിന്നും വരും അല്ലെ? ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറാറുണ്ട്, നീണ്ടുപോകാറുണ്ട്. എന്തായാലും അതിന് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇൻസിഡന്റ് അതിന്റെ പിന്നിൽ ഉണ്ടാവും, ഒരു ഫിയർ. അതേ തുടർന്ന് ഇപ്പം സംസാരിക്കാത്തോണ്ട് നമുക്കത് ക്യാച്ച് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. സപ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മള് പിന്നെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഓർഗനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു സയൻസ് പറയുന്നത്. അത് അവര് പ്രീ ഡിറ്റർമൈൻഡാ. മിക്കതും ഒരുപാട് ഇത് വരുന്നത് സംസാരം ആണ് കൂടുതലായിട്ട് ഇത് അഫക്റ്റ് ആവുന്ന ഒരു സംഗതി. അപ്പൊ ഏതെങ്കിലും ഒരു ഓർഗനെ ഇത് ബാധിക്കും. അത് ആ സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശരീരം ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പം അത് എന്താണെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ അത് ഭേദമായി വരും. നമ്മുടെ നെൽസൺ സാറുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു. പിന്നെ പുള്ളി 2-3 അത്തരമുള്ള കേസ് കൈകാര്യം ചെയ്ത കാര്യം പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. അല്ല, നെൽസൺ സാറ് നമ്മുടെ പിന്നെ ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടായിട്ട് ഇപ്പൊ റിട്ടയർ ആയ ആളാണ്. നമ്മുടെ അസംഷൻ ആണ്. ഇനി സെലക്റ്റീവ് മ്യൂട്ടിസം ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതും നമുക്ക് വ്യക്തതയില്ല. അത് കൃത്യമായിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ഡയഗ്നോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം പറഞ്ഞ ഉദാഹരണത്തില് നമുക്ക് ഈ പറഞ്ഞ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനോ തിങ്കിങ് എററോ അപ്ലൈ ചെയ്യാൻ പറ്റും. കുട്ടി ആ കുട്ടിയുടെ ചേച്ചിയുടെ കുഞ്ഞിന്റെ അടുത്ത് കുറച്ചെങ്കിലും സംസാരിക്കാൻ കംഫർട്ടബിൾ ആണെന്ന് പറയുന്നു. അതായത് തീരെ കുട്ടിയായിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു. മുതിർന്നവരും പിയർ ഗ്രൂപ്പും ഉള്ള എൻവയൺമെന്റിൽ സംസാരിക്കുന്നില്ല. അതല്ലേ എനിക്ക് അറിയാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ സെലക്റ്റീവ് മ്യൂട്ടിസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടാക്കുന്ന അത്തരം പ്രശ്നങ്ങളെ നമ്മളിപ്പോ ഒരു CBT കൊടുത്ത് തുടക്കത്തിൽ ഈ അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ ഈ CBT എന്ന് പറയുന്നത് നമ്മൾ കോൺഷ്യസ് മൈൻഡിലെ ആളുകളുമായിട്ട് നടത്തുന്ന ഒരു തെറാപ്പിയും അതുപോലെ തന്നെ ഇത് അയാൾ സ്വയം ചെയ്യേണ്ട ഒരു പാർട്ടുമാണ് അതിനകത്തുള്ളത്. അപ്പൊ ഈ അൺകോൺഷ്യസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്, അൺകോൺഷ്യസിൽ നമ്മൾ ഡിപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വികാരം അതുണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ സെലക്റ്റീവ് മ്യൂട്ടിസം ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കുട്ടിയോട് നമ്മൾ എത്ര സംസാരിച്ചാലും കുട്ടി നമ്മളെ വിശ്വാസത്തിൽ എടുക്കത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. ഈ കുട്ടിക്ക് പിന്നെ അവന്റെ അൺകോൺഷ്യസ് മൈൻഡിന്റെ കൺട്രോളിൽ വെച്ചിട്ട് ആണ് ഇത് ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കരുതെന്നുള്ള തീരുമാനം ഉണ്ടാക്കുന്നത്. അത് ബോധപൂർവം കുട്ടി ചെയ്യുന്ന ഒരു സംഗതിയല്ല. അപ്പൊ കുട്ടിയുടെ ബോധത്തിൽ നമ്മളോട് സഹകരിച്ചാൽ മാത്രമേ CBT അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഇന്റർവെൻഷനിലൂടെ ഇത് ശരിയായെന്നും വരാം, ശരിയാകത്തില്ലെന്നല്ല അർത്ഥം. പക്ഷെ ഇതൊരു കമ്പൈൻഡ് എഫക്റ്റിലേക്ക് നമ്മൾ നേരത്തെ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞത് ഒരാളുടെ ലൈഫാണ്, ലൈഫിൽ നിന്നാൽ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കേണ്ട ഒരു കേസല്ല ഇത്. കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ലെവൽ അതിനകത്തുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇയാളെ ശരിയാക്കി കളയാം എന്നൊരു ധാരണയിലേക്ക് ഒരു സൈക്കോളജിസ്റ്റിന് എത്തിച്ചേരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് എന്തുകൊണ്ട് 100 കണക്കിന് തെറാപ്പികൾ വന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇപ്പൊ CBT എന്ന് പറയുന്നത് വളരെ ഏറ്റവും കൂടുതൽ ഇപ്പോ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ ഒരു റെവല്യൂഷൻ സൃഷ്ടിച്ച ഒരു മെത്തേഡ് തന്നെയാണ് CBT. ഒത്തിരി പേരുടെ ആൻസൈറ്റിയും ഡിപ്രഷനും പേഴ്സണാലിറ്റി ഡിസോർഡറും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ CBT കൊണ്ട് എല്ലാം നമുക്ക് പരിഹരിക്കാം എന്ന് നമ്മൾ കരുതരുത്. അപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വേറൊരു തെറാപ്യൂട്ടിക്കൽ ടൂളാണ് TA, ട്രാൻസാക്ഷണൽ അനാലിസിസ്. പക്ഷെ ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് പഠിച്ചിട്ട് ചിലര് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എന്ത് കേസ് വന്നാലും അതിലേക്ക് ഈ ട്രാൻസാക്ഷണൽ അനാലിസിസിനെ എടുത്ത് പ്രയോഗിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഈ ട്രാൻസാക്ഷണൽ അനാലിസിസിനെ അബ്യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഒരു തെറാപ്പി എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ മനുഷ്യരെയും സഹായിക്കാനായിട്ട് പ്രാപ്തമല്ല എന്നുള്ളത് കൊണ്ടാണ് 100 കണക്കിന് തെറാപ്പികൾ വന്നിരിക്കുന്നത്. അപ്പോൾ
സെലക്റ്റീവ് മ്യൂട്ടിസം പോലുള്ള ഒരു കാര്യത്തിൽ നമ്മൾ CBT തന്നെ എടുത്ത് അപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് വാശി പിടിക്കാനായിട്ട് പറ്റത്തില്ല. ആ വ്യക്തിയുടെ പ്രത്യേകത അനുസരിച്ചും ആ രോഗത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകതകൾ അനുസരിച്ചും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക്കൽ ടൂൾസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം കണ്ടെത്തുമെന്നും അതിന് കഴിവുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആകണമെന്നും നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഫാമിലി കൗൺസിലിംഗ് ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ആ ഫാമിലി കൗൺസിലിംഗിൽ നമ്മൾ ഏറ്റവും ടോപ്പ് ആകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ADHD കുട്ടികൾക്കുള്ള ഇന്റർവെൻഷൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പ് ആകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിൽ ഏറ്റവും മികച്ച ഒരു തെറാപ്പിസ്റ്റ് ആകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നാകാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എക്സ്പെർട്ട് ലെവലിൽ വരാത്ത കേസസിനെ കൃത്യമായിട്ട് റെഫർ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. താങ്ക് യു സർ.